ഇപ്പോ വീട്ടിൽ വെച്ച് തന്നെ സ്വയം ഹെയർ ഡൈ ചെയ്യുന്നവരാണ് നമ്മളിൽ കൂടുതൽ ആളുകളും അല്ലെ. ഇങ്ങനെ നമ്മൾ വീട്ടിൽ വെച്ച് ഹെയർ ഡൈ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതിനെ പറ്റി നമുക്കൊന്ന് നോക്കാം. ഇപ്പോ എളുപ്പത്തില് മുടിക്ക് നിറം നൽകുന്ന ഹെയർ ഡൈകള് മാർക്കറ്റിൽ ലഭ്യമായതോടുകൂടി കൂടുതൽ ആളുകളും പാർലറിലൊന്നും പോവാതെ തന്നെ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ഹെയർ ഡൈ ചെയ്യുന്നത് പതിവായിക്കൊണ്ടിരിക്കുകയാണ്. ഒരു പരിധി വരെ ചെലവ് കുറയ്ക്കുന്നതിന് വേണ്ടിയും അതുപോലെ തന്നെ നമ്മുടെ സമയം ലാഭിക്കാനും ഇത് നല്ലൊരു മാർഗമാണ്. നരച്ച മുടിക്ക് കറുപ്പ് നിറം നൽകുന്ന അനായാസമായിട്ടുള്ള രീതിയിൽ നമുക്ക് ഉപയോഗിക്കാവുന്ന ഹെയർ ഡൈകള് നമുക്കൊരു അലർജി ടെസ്റ്റ് മാത്രം ചെയ്തുകൊണ്ട് ഉപയോഗിക്കാവുന്നതാണ്. ഇത് ഒരു 5 മിനിറ്റിൽ തന്നെ നമ്മുടെ ഹെയർ കറുപ്പിക്കുകയും ചെയ്യും. എന്നാൽ ഇപ്പോ മാർക്കറ്റില് ചുവപ്പ്, ബ്രൗൺ എന്നീ നിറങ്ങളിലുള്ള ഹെയർ ഡൈകളും അവൈലബിൾ ആണ്. ഇതും നമ്മൾ ഇതുപോലെ യൂസ് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു. ഇങ്ങനെയുള്ള ഹെയർ ഡൈകള് അരമണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന ഒരു പ്രക്രിയയിലൂടെയാണ് നമ്മൾ ഹെയർ കളർ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. ഇതിൽ ആദ്യത്തെ കാര്യം ശരിയായ ഹെയർ കളർ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. അതിനായിട്ട് ആദ്യം നമ്മൾ നമ്മുടെ സ്കിന്നിന്റെ അണ്ടർ ടോൺ എന്താണെന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഹെയറിന്റെ ഇപ്പോഴത്തെ നിലവിലത്തെ നിറം എന്താണോ അതിന് യോജിച്ച രീതിയിലുള്ള ഒരു ഹെയർ കളർ തിരഞ്ഞെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ആദ്യമായിട്ട് ഹെയർ കളർ ചെയ്യുന്നവരാണെങ്കിൽ സെമി പെർമനന്റ് ഹെയർ കളേഴ്സ് യൂസ് ചെയ്യുക. ഇത് നമ്മുടെ ഹെയറിൽ നിൽക്കുന്നതിന്റെ ദൈർഘ്യം വളരെ കുറവായതിനാൽ എന്തെങ്കിലും പിഴവുകൾ സംഭവിച്ചാലും നമുക്കത് പെട്ടെന്ന് തന്നെ പരിഹരിക്കാനായിട്ട് സാധിക്കും. അടുത്തതായിട്ടുള്ളതാണ് അലർജി ടെസ്റ്റ്. വളരെ നിർബന്ധമായിട്ടും ചെയ്യേണ്ട ഒരു കാര്യമാണ് അലർജി ടെസ്റ്റ് അല്ലെങ്കിൽ പാച്ച് ടെസ്റ്റ് എന്ന് പറയുന്നത്. നമ്മൾ കളർ ചെയ്യുന്നതിന്റെ 24 തൊട്ട് 48 മണിക്കൂർ മുന്നേ ശരീരത്തിന്റെ ചെറിയൊരു ഭാഗത്ത്, ഉദാഹരണത്തിന് നമ്മുടെ ചെവിയുടെ പുറകിലായിട്ടോ, നമ്മൾ ഈ ഹെയർ കളർ ഒന്ന് പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇതിന് ശേഷം ചൊറിച്ചില്, ചുവപ്പ്, വീക്കം എന്നിങ്ങനെയുള്ള പ്രതികരണങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ ഈ പ്രൊഡക്റ്റ് ഉറപ്പായിട്ടും ഒഴിവാക്കേണ്ടതാണ്. ഇനി ഹെയർ കളർ ചെയ്യുമ്പോൾ എടുക്കേണ്ട തയ്യാറെടുപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിനായിട്ട് ഹെയർ കളർ ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ ഹെയർ വാഷ് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. കാരണം നമ്മുടെ സ്കാൽപ്പിനോട് ചേർന്ന് കിടക്കുന്ന നാച്ചുറൽ ഓയിൽസ് നമ്മുടെ സ്കിന്നിന് ഒരു പ്രൊട്ടക്ഷൻ ആയിട്ട് നിൽക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ ഹെയർ ഡൈ ചെയ്യുന്ന സമയത്ത് പഴയ വസ്ത്രങ്ങൾ ധരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മുടെ കൈകൾ സംരക്ഷിക്കാനായിട്ട് തന്നിരിക്കുന്ന ഗ്ലൗസുകൾ ഉപയോഗിക്കുക. അടുത്തതായിട്ട് ഇനി ഹെയർ എങ്ങനെ ഡൈ ചെയ്യണം. ഹെയർ ഡൈ ചെയ്യാനായിട്ട് ഹെയർ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. അതിനുശേഷം റൂട്ട് മുതൽ ഹെയറിന്റെ അറ്റം വരെ ഒരേ രീതിയിൽ കളർ ചെയ്യാം. അതുപോലെ തന്നെ പ്രോഡക്റ്റിൽ പറഞ്ഞിരിക്കുന്ന ടൈം ലിമിറ്റ് എല്ലാവരും ശ്രദ്ധിക്കുക. എത്രയാണോ ടൈം ലിമിറ്റ് പറഞ്ഞിരിക്കുന്നത് അതുവരെ മാത്രം ഹെയർ ഡൈയെ നമ്മുടെ തലയിൽ വെക്കാനായിട്ട് നോക്കുക. അതിൽ കൂടുതൽ സമയം വെക്കുന്നത് നമ്മുടെ ഹെയറിന് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ കാരണമാണ്. ഇനി ഹെയർ വാഷ് എങ്ങനെ ചെയ്യണം. നമ്മൾ പറഞ്ഞിരിക്കുന്ന ടൈം ലിമിറ്റ് കഴിഞ്ഞു കഴിഞ്ഞാല് തണുത്ത വെള്ളത്തിൽ ഹെയർ വാഷ് ചെയ്യാം. അതിനായിട്ട് നമുക്ക് കളർ സേഫ് ആയിട്ടുള്ള കണ്ടീഷണേഴ്സ് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ കളർ ചെയ്ത ഹെയറിന് യോജിച്ച രീതിയിലുള്ള സൾഫേറ്റ് ഫ്രീ ഷാംപൂസ് അവൈലബിൾ ആണ്. അതും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി ഈ ഡൈ ചെയ്തതിന് ശേഷവും നമ്മൾ മുടിനെ നല്ല രീതിയിൽ സംരക്ഷിക്കേണ്ടതായിട്ടുണ്ട്. അതിനായിട്ട് നമുക്ക് ആഴ്ചയിൽ ഒരിക്കൽ ഒരു ഓയിൽ ട്രീറ്റ്മെന്റോ അല്ലെങ്കിൽ ഹെയർ മാസ്കോ ചെയ്യാവുന്നതാണ്. കളർ റിഫ്രഷർ സ്പ്രേ യൂസ് ചെയ്യുന്നതും ഈ കളർ നിലനിർത്താനായിട്ട് നമ്മളെ സഹായിക്കും. വീട്ടിൽ വെച്ച് മുടി കളർ ചെയ്യുന്നത് നമുക്ക് ഒരുപാട് എൻജോയ് ചെയ്ത് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അതിനു വേണ്ടിയിട്ട് നമ്മൾ ഇത്തരത്തിൽ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് മാത്രം. മുടിയുടെ സംരക്ഷണത്തിനും അതുപോലെ തന്നെ നല്ല റിസൾട്ട് കിട്ടുന്നതിനും വേണ്ടിയിട്ട് നമ്മൾ ഈ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാം.